നമ്മുടെ നമ്പേഴ്സിൻ്റെ കേസിൽ വരുന്ന ഇൻറ്റിജറും ഡബിളും ഡാറ്റ ടൈപ്പ് എല്ലാം നമ്മൾ നോക്കി. ഇനി ആ ഇൻറ്റിജറിനും ഡബിളിനും ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നമുക്ക് നോക്കാം. ഇൻറ്റിജറിൻ്റെയും ഡബിളിൻ്റെയും പ്രോപ്പർട്ടീസ് ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നോക്കാം ഇതിലൊക്കെയാണ് ഡിഫറൻസ് വരിക എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഞാനിപ്പോൾ ഈ പ്രോപ്പർട്ടീസ് എല്ലാം സിമിലറാണ്, ഏകദേശം സിമിലറാണെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്നുള്ളത് തിങ്ക് ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഈ ഇൻറ്റിജറും ഡബിളും പറഞ്ഞ ഡാറ്റ ടൈപ്പ് നം എന്നുള്ള ഒരു മെയിൻ ക്ലാസിൻ്റെ അണ്ടറിലാണ് വരുന്നത്? മെയിൻ ക്ലാസ് എന്നൊന്നും കേട്ടാൽ പ്രത്യേകിച്ചൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്പേഴ്സ് എടുക്കുമ്പോൾ അതിൽ ഫ്രാക്ഷൻ നമ്പേഴ്സ് ഉണ്ടാവും, ഇൻറ്റിജേഴ്സ് ഉണ്ടാവും. അതായത് പോയിൻ്റുള്ള നമ്പേഴ്സും ഉണ്ടാവും, ഹോൾ നമ്പേഴ്സും ഉണ്ടാവും. അപ്പോൾ ഈ നമ്പേഴ്സ് എന്നുള്ള ആ ഒരു ബോക്സിൽ നിന്ന് നമ്മൾ ഇൻറ്റിജേഴ്സ് വേറെ ആക്കി. അതാണ് നമ്മൾ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ നമ്മൾ എന്താ പറയുക, ഡബിളിൽ ഫ്രാക്ഷൻസ് ആണ് മെയിൻലി ഇൻക്ലൂഡ് ചെയ്യുക, അതിൽ ഇൻറ്റിജേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുക. പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, ആ ഒരു ഇതുകൊണ്ടാണ് രണ്ടിലും സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് വരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ യൂസേജസ് നോക്കാം, ഓരോ പ്രോപ്പർട്ടീസിന് യൂസേജസ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിലുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. ഇൻറ്റ് നം ഈക്വൽ ടു 10 എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. നെക്സ്റ്റ് ഡബിൾ ഡാറ്റ ടൈപ്പിലുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, പെർസെൻറ്റേജ് ഈക്വൽ ടു 96.5 ഡിക്ലെയർ ചെയ്തു. ഇനി നമുക്ക് ഈ രണ്ട് വേരിയബിൾ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ പ്രിൻറ്റ് നം എന്നുള്ള വേരിയബിൾ നമ്മൾ പ്രിൻറ്റ് ചെയ്യാണ്. ദെൻ അത് കഴിഞ്ഞ് പ്രിൻറ്റ് പെർസെൻറ്റ് എന്നുള്ള വേരിയബിൾ നമ്മൾ പ്രിൻറ്റ് ചെയ്തു. ഇത് രണ്ടും നമ്മൾ പ്രിൻറ്റ് ചെയ്തു. ഇനി ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കിയപ്പോൾ എന്തോ ഒരു എറർ വന്നല്ലോ. എന്താ എറർ? അൺഡിഫൈൻഡ് നെയിം പേഴ്സൻറ്റ് എന്നുള്ളത് അൺഡിഫൈൻഡ് ആണ്. എന്താണ് കാരണം? ഇവിടെ ഈ പേഴ്സൻറ്റ് എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് നോക്കുക, PERNT എന്നാണ്. ബട്ട് ഇവിടെ അതാണോ? അല്ല, ഇവിടെ ഒരു C എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ എറർ കാണിച്ചത്. ഇവിടെ ഈ വേരിയബിളിൻ്റെ നെയിം ഏതാണോ നമ്മൾ ഡിക്ലെയർ ചെയ്ത ടൈമിൽ കൊടുത്തത്, ആ സെയിം വേരിയബിൾ നെയിം വെച്ചിട്ട് തന്നെ പ്രിൻറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ദെൻ നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂസ് കിട്ടുമോ? യെസ്, നമ്മിൻ്റെ വാല്യൂ നം പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ എന്താ വാല്യൂ കിട്ടിയത്? നമ്മിൽ 10 ആണ്, അതുകൊണ്ട് നമുക്ക് 10 പ്രിൻറ്റ് ചെയ്തു. ദെൻ പെർസെൻറ്റ് പ്രിൻറ്റ് ചെയ്തു. പെർസെൻറ്റിൽ ഏതാ വാല്യൂ? 96.5 ആണ്. അപ്പോൾ നമുക്ക് 96.5 എന്നുള്ള വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ പ്രോപ്പർട്ടീസും നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. നമുക്ക് ഡബിൾ ജസ്റ്റ് ഇവിടെ നിന്ന് കമൻറ്റ് ചെയ്ത് വെക്കാം. നമ്മിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഈ നം എന്ന് കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടില്ല, ഇതെല്ലാം ഇൻറ്റിജറിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഓക്കെ, നം എന്ന് പറഞ്ഞൊരു ഇൻറ്റിജർ അല്ലേ, അതിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇതെല്ലാം. ഇതിൽ നമുക്ക് ഓരോന്നും നോക്കാം. ഇതിൽ 2-3 പ്രോപ്പർട്ടീസ് ഒന്നും നമുക്ക് വലിയ യൂസ് ഒന്നും വരുന്നില്ല, അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഈ ബിറ്റ് ലെങ്ത് ഒന്നും നമുക്ക് ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ C1 എന്നുള്ളത് തുടങ്ങാം. ഈ C1 നം ഡോട്ട് E7 എന്നുള്ളതുകൊണ്ട് എന്താ മീൻ ചെയ്യുന്നത്? ഈവൻ ആണോ? ഈസ് ഈവൻ, നം ഈസ് ഈവൻ. നം എന്നുള്ള വേരിയബിൾ ഈവൻ ആണോ? 10 എന്നുള്ളത് ഈവൻ നമ്പർ ആണോ? യെസ്, 10 എന്നുള്ളത് ഈവൻ നമ്പറാണ്. അപ്പോൾ നമുക്ക് എന്താ പ്രിൻറ്റ് ചെയ്യുക? നം ഡോട്ട് ഈസ് ഈവൻ. ഇതിൻ്റെ വാല്യൂ എന്താണോ അതാണ് നമുക്കിനി പ്രിൻറ്റ് ചെയ്യുക. നം ഡോട്ട് ഈസ് ഈവൻ. നം ഈവൻ ആണോ? എന്താ പ്രിൻറ്റ് ചെയ്ത്? ട്രൂ. യെസ്, നം ഈസ് ഈവൻ. നം എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ ഈവൻ ആണ്. അങ്ങനെയുള്ള ഈവൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ C1 എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. അത് റിട്ടേൺ ചെയ്യുക എന്താ? ബൂലിയൻ വാല്യൂസ് ആണ്. ബൂലിയൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഫോൾസ് ഓർ ട്രൂ. മീൻസ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് നമുക്ക് റിട്ടേൺ ചെയ്ത് തരിക. അപ്പോൾ ഈ C1 എന്നുള്ള പ്രോപ്പർട്ടി തന്നെ, ഈ C1 എന്നുള്ള പ്രോപ്പർട്ടി നമ്മൾ നമ്മിന് ഇപ്പോൾ കൊടുത്തപ്പോൾ ട്രൂ വന്നു. ഇത് നമുക്ക് നം കൊടുത്ത് 11 ആക്കി കൊടുക്കുക. 11 ആക്കി കൊടുക്കുമ്പോൾ ഈ C1 നം ഈവൻ ആണോ? അല്ല. അപ്പോൾ നമുക്ക് എന്താ പ്രിൻറ്റ് ചെയ്യുക? ഫോൾസ് പ്രിൻറ്റ് ചെയ്തു. മീൻസ് എന്താ പറയുക, ഈ C1 എന്നുള്ള ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല നം എന്നുള്ള വേരിയബിൾ, അപ്പോൾ നമുക്കത് ഫോൾസ് പ്രിൻറ്റ് ചെയ്തു. ഇനി നം ഫോൾസ് മീൻസ് ഓഡാണ്, ഓഡ് നമ്പറാണ്, ഈവൻ അല്ല, ഓഡാണ്. അപ്പോൾ നമുക്ക് ഓഡാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ നമുക്ക് പ്രോപ്പർട്ടി ഉണ്ടോ? യെസ്, നമുക്ക് പ്രോപ്പർട്ടി ഉണ്ട്. ഈ ഓഡ് എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ നം 11 എന്ന് പറഞ്ഞൊരു ഓഡ് നമ്പറാണ്. നമുക്കിനി ചെക്ക് ചെയ്യാം, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നം ഡോട്ട് ഈസോഡ് ഓഡാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എന്താ റിട്ടേൺ ചെയ്യുക?
ഇതെല്ലാം ഈ സീവൻ ഈ സോഡ് ഇനി 2-3 പ്രോപ്പർട്ടീസ് അതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ബൂലിയൻ വാല്യൂസ് ആണ് പ്രിന്റ് ചെയ്ത് ചെയ്യുക. അതായത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രൂവും അല്ലാത്ത കേസിൽ ഫോൾസും ആണ് റിട്ടേൺ ചെയ്യുക. ഇവിടെ നം എന്നുള്ള പ്രോപ്പർട്ടി 11 ഹോൾഡ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് 11 പറഞ്ഞാൽ ഒരു ഓഡ് നമ്പർ ആണ്. അപ്പോൾ നം ഡോട്ട് ഈ സോഡ് എന്നുള്ളത് കറക്റ്റായി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമ്മ ഒരു ഓഡ് നമ്പർ ആണ്, അതുകൊണ്ട് നമുക്ക് ട്രൂ പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി നോക്കാം. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്താ? ഈ സീവൻ കഴിഞ്ഞു, ഈ സോഡ് കഴിഞ്ഞു, സൈനും ഹാഷ് കോഡും അതൊന്നും നമുക്ക് ആവശ്യമില്ല. ദെൻ ഈസ് ഫൈനൈറ്റ്. 11 ഒരു ഫൈനൈറ്റ് നമ്പർ ആണോ? ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് നമ്പർ. ഓക്കെ, ദെൻ എന്താ പറയുക, 11 എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൈറ്റ് നമ്പർ ആണോ? യെസ്, ഇറ്റ്സ് എ ഫൈനൈറ്റ് നമ്പർ. ദെൻ നമുക്ക് എന്താ റിട്ടേൺ ചെയ്യുക നോക്കുക. നം ഡോട്ട് ഈസ് ഫൈനൈറ്റ്. ദെൻ റൺ ചെയ്ത് നോക്കുക. എന്താ റിട്ടേൺ ചെയ്യുക? അതൊരു ബൂലിയൻ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. ഈസ് ഫൈനൈറ്റ്. 11 ഈസ് ഫൈനൈറ്റ്. ദെൻ ഇറ്റ്സ് റിട്ടേൺസ് ട്രൂ. 11 ഫൈനൈറ്റ് ആണ്, അതുകൊണ്ട് എന്താ റിട്ടേൺ ചെയ്തു, ട്രൂ വാല്യൂ റിട്ടേൺ ചെയ്തു. ഇനി 11 എന്നുള്ളടത്ത് നമുക്ക് എന്താ ഫൈനൈറ്റ് അല്ലാത്ത നമ്പേഴ്സ് ഏതൊക്കെ? നമ്പേഴ്സ് അല്ലാത്തൊന്നും ഫൈനൈറ്റ് അല്ല. ഓക്കെ, ദെൻ മൈനസ് ഇൻഫിനിറ്റി ഉണ്ട്, പ്ലസ് ഇൻഫിനിറ്റി ഉണ്ട്. ഇതൊന്നും ഫൈനൈറ്റ് നമ്പേഴ്സ് അല്ല. ഓക്കെ, അല്ലാത്തതൊക്കെ ഫൈനൈറ്റ് നമ്പേഴ്സ് ആണ്. ദെൻ നമുക്ക് എന്താ പറയുക, ഇനി ഇത് ഫൈനൈറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ട്രൂ കിട്ടി. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി നോക്കൂ. ഈസ് ഇൻഫൈനൈറ്റ് നമ്പർ ആണോ? 11 ഒരു ഇൻഫൈനൈറ്റ് നമ്പർ ആണോ? അല്ല. നമുക്കിനി റിട്ടേൺ ശരിയാണോ നോക്കാനോ? യെസ്, ഫോൾസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. നം ഡോട്ട് ഈസ് ഫൈനൈറ്റ്. 11 ഈസ് ഇൻഫൈനൈറ്റ്. 11 ഇൻഫൈനൈറ്റ് ആണ് എന്ന് പറയുകയാണ്, പക്ഷെ അത് ഫോൾസ് ആണ് എന്നുള്ളത് നമ്മൾ റൺ ചെയ്തപ്പോൾ കാണിച്ചു. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്താ? ഈസ് ഇൻഫൈനൈറ്റ്. ഈസ് ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് എ നമ്പർ. ഇവിടെ 11 ഒരു നോട്ട് എ നമ്പർ ആണ് എന്നാണ് പറയുന്നത്. 11 നമ്പർ അല്ലേ? നമുക്ക് 11 നമ്പർ ആണെന്ന് നമുക്കറിയാം. ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ എങ്ങനെയാണ്? ഈ പ്രോപ്പർട്ടി റൺ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ റിട്ടേൺ ചെയ്യുക എന്നുള്ളത് കാണണ്ടേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് നം ഡോട്ട് ഈസ് 11 ഈസ് നോട്ട് എ നമ്പർ എന്നാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇത് എന്താണ് റിട്ടേൺ ചെയ്യുക എന്നുള്ളത് നോക്കാം. ഒരു ബൂലിയൻ വാല്യൂ തന്നെയാണ് റിട്ടേൺ ചെയ്യുക. ഫോൾസ് ആണോ? യെസ്. 11 ഈസ് നോട്ട് എ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? 11 നമ്പർ ആണ്, അപ്പോൾ അതുകൊണ്ട് ഇറ്റ് റിട്ടേൺസ് ഫോൾസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്താ? ഈസ് നെഗറ്റീവ്. 11 ഒരു നെഗറ്റീവ് നമ്പർ ആണോ? അല്ലല്ലോ. അപ്പോൾ എഗെയിൻ ഇറ്റ് റിട്ടേൺസ് എ ബൂലിയൻ വാല്യൂ. നം ഡോട്ട് ഈസ് നെഗറ്റീവ് ഈസ് ഫോൾസ്. നം എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് നമ്പർ ആണ്, ദാറ്റ് ഈസ് 11 ആണ്. അതൊരു നെഗറ്റീവ് അല്ല, അതുകൊണ്ട് തന്നെ നം ഡോട്ട് ഈസ് നെഗറ്റീവ് എന്നുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് റിട്ടേൺ ചെയ്തിട്ടുള്ളത്? ഫോൾസ് എന്നാണ് റിട്ടേൺ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ നമ്മിന് ഒരു നെഗറ്റീവ് നമ്പർ കൊടുത്തു നോക്കാം. -11 എന്ന് തന്നെ കൊടുക്കാം. -11 എന്നുള്ളത് കൊടുത്തു. ദെൻ നമ്മൾ റിട്ടേൺ ചെയ്യുക ഈസ് നെഗറ്റീവ്. ഇപ്പം നെഗറ്റീവ് ആണോ? യെസ്. -11 എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് നമ്പർ ആണ്, അപ്പോൾ അതെന്ത് പ്രിൻറ്റ് ചെയ്തു? ട്രൂ പ്രിൻറ്റ് ചെയ്തു. നെക്സ്റ്റ് പ്രോപ്പർട്ടി നോക്കുമ്പോൾ ഡോട്ട് ഈസ് നെഗറ്റീവ്. റൺ ടൈം ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഈ 11 എന്നുള്ളതിൻ്റെ ഡാറ്റ ടൈപ്പ് അറിയില്ല എന്ന് എഴുതുക. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം ഇൻറ്റിജർ ആണെന്ന്. നമുക്ക് ഏതെങ്കിലും ഒരു കേസിൽ നമുക്ക് ഡാറ്റ ടൈപ്പ് അറിയില്ല, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണെന്നുള്ളത് അറിയണം. അങ്ങനത്തെ കേസിൽ നമ്മൾ റൺ ടൈപ്പ് ഉപയോഗിച്ചാണ് അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഏതാന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇവിടെ നം ഡോട്ട് റൺ ടൈപ്പ് ഈ നമ്മിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണെന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ജസ്റ്റ് ഇൻറ്റ് മാറ്റിയിട്ട് വാർ എന്നുള്ളത് കൊടുക്കാം. വാർ എന്നുള്ള ഡാറ്റ ടൈപ്പ് കൊടുക്കാം. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു വാർ എന്നുള്ളത് നമ്മൾ എപ്പോഴാണ് കൊടുക്കുക? നമുക്ക് ഇൻറ്റിജർ ആണോ, സ്ട്രിങ് ആണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡാറ്റ ടൈപ്സ് ആണോ എന്നുള്ള കൺഫർമേഷൻ ഉണ്ടാവില്ല. നമുക്ക് ഡൗട്ട്സ് ആവും ഏത് ഡാറ്റ ടൈപ്പ് വേണം കൊടുക്കുക എന്നുള്ളത്. ആ കേസിൽ നമ്മൾ വാർ കൊടുക്കും. ആ സമയത്ത് കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി ഏത് ഡാറ്റ ടൈപ്പുള്ള വാല്യൂ ആണോ നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ളത് ആ ഡാറ്റ ടൈപ്പിലോട്ട് കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഈ കൊടുത്ത വാല്യൂൻ്റെ ഡാറ്റ ടൈപ്പ് ഏതാണെന്നുള്ളത് അറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റൺ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തു. ഈ റൺ ടൈപ്പ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ എന്താ റിട്ടേൺ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് നം എന്നുള്ള വാരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് അറിയില്ല, വാർന്നാണ് നമ്മൾ ജസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഇനി നം എന്നുള്ള
വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റൺ ചെയ്യുക. റൺ ചെയ്യുമ്പോൾ എന്താ വരിക? ഇൻറ്റ് എന്നുള്ള വാല്യൂ ആണ് വന്നത്. അത് എന്താണ് മീൻ ചെയ്യുന്നത്? നം എന്നുള്ള വേരിയബിള് ഒരു ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ഉള്ള ഒരു വാല്യൂ ആണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ റൺ ടൈപ്പ് പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടി നോക്കാം. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഏതാ? നെക്സ്റ്റ് പ്രോപ്പർട്ടി ആബ്സ് ഫങ്ഷൻ, ആബ്സല്യൂട്ട് ഫങ്ഷൻ. ഫങ്ഷൻ എന്താ? ആബ്സല്യൂട്ട് ഫങ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളൊരു വാല്യൂ കൊടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് ഈ ഇൻറ്റനാക്കാം. ഇൻറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ നോക്കണേ. അപ്പോൾ ഈ വാല്യൂൻ്റെ ഈ -11 എന്ന് പറഞ്ഞതിൻ്റെ അബ്സല്യൂട്ട് നമ്പർ ഏതാ? -11 ആണോ? നോ, ഇറ്റ്സ് 11. ഓക്കെ, അപ്പോൾ നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അബ്സല്യൂട്ട് ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി സീൽ. ഈ സീലും സീൽ ടു ഡബിളും നമുക്ക് ഡബിളിൻ്റെ കേസിൽ പറയാം. ഓക്കെ, അപ്പോഴാണ് ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാം എന്നുള്ള ഫങ്ഷൻ പറയാം. ക്ലാമ്പ് എന്നുള്ള ഫങ്ഷൻ പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുമല്ലോ. എക്സാം അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് എക്സാമിന് ഒരു ഫിക്സഡ് മാർക്സ് ഉണ്ടാവുമല്ലോ. മേ ബി 50-ലാവാം, 100-ലാവാം. അപ്പോൾ നമുക്കൊരു 50-ലാണ് മാർക്ക് എന്ന് കരുതാം. ഓക്കെ, ദെൻ 0 to 50 ആണ് മാർക്കിൻ്റെ റേഞ്ച്. അപ്പോൾ നമ്മൾ ഒരു എക്സാം എഴുതാത്ത കുട്ടിക്കും 0 ആണ് കിട്ടുക. ഇനി എക്സാം അറ്റൻഡ് ചെയ്ത് ഫുൾ മാർക്ക് കിട്ടിയ കുട്ടിക്ക് 50 ആണ് മാർക്ക് കിട്ടുക. അതിൻ്റെ മുകളിലും പോകാൻ പറ്റില്ല, 0ക്ക് താഴെയും വരാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ 0ക്ക് താഴെ നമ്മൾ -1 -2 എന്നുള്ള വാല്യൂസ് ഇട്ടാലും 0 വരണം. അല്ല 50ക്ക് മുകളിൽ മാർക്സ് പോയാൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമിൽ മേ ബി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം. അപ്പോൾ 50ക്ക് മുകളിൽ മാർക്ക് പോയാൽ 50 വരാൻ പാടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു റേഞ്ച് നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാം ഫങ്ഷൻ യൂസ് ചെയ്യുക. ഇവിടെ ഞാൻ 0 to 50 എന്നുള്ള ഒരു റേഞ്ച് ഫിക്സ് ചെയ്തു. ദെൻ ഇവിടെ -11 എന്നാണ് നമ്മൾ കൊടുത്ത വാല്യൂ, -11 ആണ്. ഇനി ഇത് നമുക്ക് റൺ ചെയ്യാം. ഇത് റൺ ചെയ്യുമ്പോൾ എങ്ങനെ വരിക എന്നുള്ളത് നോക്കാം. 0 ആണ് വന്നത്. എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ നമ്മൾ റേഞ്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്. 0 to 50 എന്നുള്ള റേഞ്ച് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ കൊടുത്ത വാല്യൂ എന്താ? -11. -11 0ക്ക് താഴെ ഉള്ള വാല്യൂ ആണ്. അപ്പോൾ എന്താ പ്രിൻറ്റ് ചെയ്യുക? 0 ആണ്. ഓക്കെ, ഇനി നമുക്ക് 50ക്ക് മുകളിലുള്ളൊരു വാല്യൂ കൊടുത്തു നോക്കാം. ഒരു 65 എന്നുള്ളത് കൊടുത്തു നോക്കാം. ഇനി നമുക്ക് റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ എന്താ വരിക? ഇറ്റ്സ് 50. ബിക്കോസ് എന്താ പറയുക, നമ്മളിവിടെ റേഞ്ച് കൊടുത്തിട്ടുണ്ട്. 0 to 50 എന്നുള്ള ഒരു റേഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 50ക്ക് മുകളിൽ പോയാൽ 50 എന്നും 0ക്ക് താഴെ വന്നാൽ 0 എന്നാണ് പ്രിൻറ്റ് ചെയ്യുക. നമുക്ക് ഇൻ ബിറ്റ്വീനുള്ളൊരു നമ്പർ കൊടുത്ത് നോക്കാം. ഇൻ ബിറ്റ്വീനുള്ള നമ്പർ കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാം? ആ ഒരു നമ്പർ തന്നെയാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇതൊക്കെ ഓരോ കേസിലും നമുക്ക് ഈ പ്രോപ്പർട്ടീസിൻ്റെ ഒക്കെ യൂസേജ് നമുക്ക് വരും. അപ്പോഴാണ് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് പോവുകയാണേ. ഇങ്ങനെയൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട് ഇൻറ്റിജറിനും ഡബിളിനും എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ദെൻ കമ്പയർ ടു എന്നുള്ളൊരു ഫങ്ഷനാണ് നെക്സ്റ്റ് ഉള്ളത്. ഈ കമ്പയർ ടു എന്നുള്ള ഫങ്ഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മളൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. നം എന്നുള്ളതിന് നമ്മൾ 45 എന്നുള്ളൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇനി കമ്പയർ ടു ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു വാല്യൂ വേണം. ആ വാല്യൂ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കൊരു 5 എന്നുള്ളൊരു വാല്യൂ കൊടുക്കാം. ഇപ്പോൾ 45ഉം 5ഉം കമ്പയർ ചെയ്യാണ്, നമ്പേഴ്സ് കമ്പയർ ചെയ്യാൻ. ഗ്രേറ്റർ ദാൻ ആണോ, ലെസ് ദാൻ ആണോ, അത് ഈക്വൽ ടു ആണോ എന്നുള്ളത് കമ്പയർ ചെയ്യാൻ. ഇപ്പോൾ 45 എന്നുള്ള നമ്പറാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മളത് 5നായിട്ട് കമ്പയർ ചെയ്യണം. ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ റിട്ടേൺ ചെയ്യുക? നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമുക്ക് 1 ആണ് റിട്ടേൺ ചെയ്തത്. അതായത് നമ്മൾ കൊടുത്ത വാല്യൂവിനേക്കാളും ചെറുതാണ് നമ്മൾ കമ്പയർ ചെയ്യുന്ന വാല്യൂ. അപ്പോൾ നമുക്ക് 1 റിട്ടേൺ ചെയ്യും. ഇനി നമ്മൾ കമ്പയർ ചെയ്യുന്ന വാല്യൂ എന്താ? 45ന് മുകളിലുള്ളതാണെന്ന് എഴുതുക. അപ്പോൾ നമുക്ക് എന്താ റിട്ടേൺ ചെയ്യുക? ഇറ്റ്സ് -1 ആണ് നമുക്ക് റിട്ടേൺ ചെയ്യുക. ഇനി രണ്ടും ഈക്വൽ ആണെങ്കിലോ? വാല്യൂസ് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്താ റിട്ടേൺ ചെയ്യുക? 0 ആണ് റിട്ടേൺ ചെയ്യുക.
ഇതാണ് കമ്പയർ ഫംഗ്ഷൻ. അതായത് നമ്മളൊരു വാല്യൂ നമ്മൾ കൊടുത്ത വാല്യൂവിനേക്കാട്ടിലും കമ്പയർ ചെയ്യുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ അല്ലെങ്കിൽ അത് ഈക്വൽ ആണോ എന്നുള്ളത് കമ്പയർ ചെയ്യാൻ. കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലെസ് ദാൻ ആണെങ്കിൽ നമുക്ക് -1 പ്രിന്റ് ചെയ്യും, ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 പ്രിന്റ് ചെയ്തു, മീൻസ് റിട്ടേൺ ചെയ്യും. അത് രണ്ടും നമ്മൾ കൊടുത്ത വാല്യൂ കമ്പയർ ചെയ്യുന്ന വാല്യൂ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 0 പ്രിന്റ് ചെയ്യും. ഓക്കെ, കമ്പയർ ഫംഗ്ഷൻ ക്ലിയർ ആയി എന്ന് കരുതണം. ദെൻ നമ്മൾ നെക്സ്റ്റ് പ്രോപ്പർട്ടിയിലോട്ട് പോകുമ്പോൾ ഫ്ലോർ ടു ഡബിളും സെയിൽ ടു ഡബിളും അത് ഡബിളിൻ്റെ കേസിൽ പറഞ്ഞുതരാം. ഇനി ജി സി ഡി എന്താ? ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. ഓക്കെ, നമ്മൾ എന്താ പറയുക, ഇപ്പോൾ 45 കൊടുത്തു, ഇനി ഞാനിവിടെ ഒരു 5 കൊടുത്തു. ഇത് തമ്മിൽ ഈ 45നെയും ഡിവൈസ് ചെയ്യാൻ പറ്റണം, ഈ 5നെ ഡിവിഷൻ ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള ഏറ്റവും വലിയ നമ്പർ അതാണ് നമ്മൾ GCD ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 5നെയും 45നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാ? 5 ആണ്. 5ൽ 5 പോവും, ദെൻ 45ലും 5 പോവും. അപ്പോൾ നമ്മൾ രണ്ടിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഗ്രേറ്റസ്റ്റ് നമ്പറാണ് നമ്മൾ എടുക്കുക. ഓക്കെ, ഇത് നമുക്ക് ഇപ്പോൾ ഒരു 50 കൊടുക്കാം. 50 കൊടുത്തു, ഒരു 25 കൊടുത്തു, 25 കൊടുത്തു. ഇതിലിപ്പോൾ 5 പോവും, 50ലും 5 പോവും, 25ലും 5 പോവും. പക്ഷേ ഇതിൽ 25ഉം പോകുമല്ലോ, 25ൽ ഒരു പ്രാവശ്യവും പോവും, 50ൽ 2 തവണ. ഇവിടെ ഉള്ള ഫംഗ്ഷൻ ഏതാണ്? GCD, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഏറ്റവും വലിയ ഡിവിഷൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ നമ്പറാണ് നമ്മൾ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഏറ്റവും ടോപ്പ് നമ്പർ ഏതാ, ഏറ്റവും ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് പോകുന്നത്? 25 അല്ലേ? നമുക്ക് എന്താ റിട്ടേൺ ചെയ്യാൻ നോക്കാം. 25 റിട്ടേൺ ചെയ്തു. ഓക്കെ, അപ്പോൾ GCD ഫംഗ്ഷൻ ക്ലിയർ ആയി. ഇനി നെക്സ്റ്റ് ഫംഗ്ഷൻ ഈ മോഡ് ഇൻവേഴ്സ് മോഡ് ബാർ അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇനി റിമൈൻഡർ. നമ്മൾ ഈ 50 എന്നുള്ള ഈ നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ റിമൈൻഡർ കിട്ടുക? അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, പെട്ടെന്ന് കാൽക്കുലേഷൻസ് ചെയ്യാൻ വയ്ക്കുന്ന ആളാണെങ്കിൽ നമുക്ക് ആലോചിച്ച് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് പറയാം. പക്ഷെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻറ്റിജറിൻ്റെ ഒരു പ്രോപ്പർട്ടി ആണ് റിമൈൻഡർ ഫംഗ്ഷൻ. അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യണേ? നമ്മൾ കൊടുത്ത വാല്യൂവിനെ ഈ റിമൈൻഡർ ഫംഗ്ഷനിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറ്റണേ, നമ്മൾ ഏതിനെ കൊണ്ടാണോ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് ആ നമ്പർ ഇട്ട് കൊടുത്തങ്ങാണ്ട് നമുക്ക് അതിൻ്റെ റിമൈൻഡർ കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് റിമൈൻഡർ ഫംഗ്ഷൻ പ്രോപ്പർട്ടി. ഓക്കെ, നമുക്ക് ഇനി 50നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ എന്തെങ്കിലും കിട്ടുമോ? ഇല്ലല്ലോ. അപ്പോൾ 0 റിമൈൻഡർ ആണ്. ഇനി നമുക്ക് ഒരു 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 റിമൈൻഡർ അല്ലേ? അപ്പോൾ നമുക്ക് 20 ആണോ റിട്ടേൺ ചെയ്യുന്നത് നോക്കാം. യെസ്, ഇറ്റ്സ് 20 ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിമൈൻഡർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഫംഗ്ഷൻ റിമൈൻഡർ കഴിഞ്ഞു. റൗണ്ട് ടു ഡബിളും ഇതെല്ലാം നമുക്ക് ഡബിളിൻ്റെ കേസിൽ പറയാം. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി നോക്കാം. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്താ? നെക്സ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് ഈ ടു ഡബിൾ അതെല്ലാം നമുക്ക് ഡബിളിൻ്റെ കേസിൽ പറയുമ്പോഴാട്ടോ ഒന്നുകൂടെ ക്ലിയർ ആവുക. പറയാം നമുക്ക്. ദെൻ ടു ഇൻറ്റ് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു എന്നുള്ള വാല്യൂവിന് 50 എന്നുള്ള ഒരു വാല്യൂ ഇവിടെ കൊടുത്തു. അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ വേറെ ഒരുപാട് കാൽക്കുലേഷൻസ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് കാൽക്കുലേഷൻസ് ചെയ്തു. ദെൻ നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ റിട്ടേൺ ചെയ്ത് കിട്ടുന്ന വാല്യൂവിൻ്റെ ഡാറ്റ ടൈപ്പ് നമുക്ക് ഇൻ്റാണ് വേണ്ടത്. അങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ ഈ ടു ഇൻ എന്നുള്ള ഫംഗ്ഷൻ വെച്ചിട്ടാണ് ചെയ്യുക. ഇനി നമുക്ക് അങ്ങനത്തെ ഒരു കേസിൽ ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ടു ഇൻറ്റിലോട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ദെൻ നമുക്കിങ്ങനെ ഇവിടെ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. നം ഈക്വൽ ടു നം ഡോട്ട് ഇൻറ്റ് എന്നുള്ളത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ സി ഈക്വൽ ടു നമുക്കൊരു വേരിയബിൾ വാർ എന്ന് കൊടുക്കാം. വാർ സി ഈക്വൽ ടു നം ഡോട്ട് ഇൻറ്റ് എന്ന് കൊടുത്തു.
നമ്മളിവിടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല. സീൻ്റെ വേരിയബിൾ ഡാറ്റ ടൈപ്പ് എന്താണെന്നുള്ളത് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ജസ്റ്റ് വാർ വെച്ചിട്ടാണ് നമ്മൾ സീനെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മൾ ഈ വാല്യൂ 50 എന്നുള്ള വാല്യൂവിനെ നമ്മൾ ഈ സീയിലോട്ട് കൊടുത്തു. എന്തായിട്ടാണ് കൊടുത്തത്? ടു ഇൻറ്റിജർ ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് സീൻ്റെ എന്താ പറയുക ഡാറ്റ ടൈപ്പ് എന്താണെന്നുള്ളത് നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പോൾ സീൻ്റെ ഡാറ്റ ടൈപ്പാണ് നമ്മൾ പ്രിന്റ് ചെയ്ത് നോക്കണേ. നമ്മളിവിടെ ടു ഇൻറ്റിജറിലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സീൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ സീൻ്റെ ഡാറ്റ ടൈപ്പ് നോക്കുമ്പോൾ നമ്മൾ ഇതിൽ ഏത് പ്രോപ്പർട്ടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്? ഡാറ്റ ടൈപ്പ് നമുക്ക് അറിയാത്ത കേസിൽ ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി. യെസ്, ഇറ്റ്സ് റൺ ടൈം ടൈപ്പ്. അപ്പോൾ നമ്മൾ സി ഡോട്ട് റൺ ടൈം ടൈപ്പ് എന്ന് പ്രിന്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? സീൻ്റെ ഇപ്പോഴത്തെ ഡാറ്റ ടൈപ്പ് എന്താണോ അതാണ് നമുക്ക് റിട്ടേൺ ചെയ്യുക. നമുക്ക് റൺ ചെയ്ത് നോക്കാം. സി ഡോട്ട് റൺ ടൈം ടൈപ്പ്. ഇറ്റ്സ് ഇൻറ്റ് ആണ്. അത് നമ്മളിവിടെ ടു ഇൻറ്റ് നം എന്നുള്ള വാല്യൂ നമ്മൾ ഫസ്റ്റ് ഇൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിക്ലെയർ ചെയ്തു. ദെൻ രണ്ടാമത് സിയിലോട്ട് നമ്മൾ ആ നം എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ് വേണേ നമുക്ക് ഡബിൾ ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രിങ് ആക്കാം, എന്തും ആക്കാം. ഓക്കെ, പക്ഷെ നമ്മളിവിടെ ടു ഇൻറ്റ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ടു ഇൻറ്റ് എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ തന്നെ ആക്കി മാറ്റി. അത് നമുക്ക് സീൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇൻറ്റിജറിൻ്റെ തന്നെ പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ പറഞ്ഞ റൺ ടൈം ടൈപ്പ് എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തെങ്ങാണ്ട് നമ്മൾ പ്രിന്റ് ചെയ്തത്. അതായത് സീൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ റൺ ടൈം ടൈപ്പ് എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തത്. നമ്മളൊരു പ്രാവശ്യം പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ടു എന്നുള്ള ഫംഗ്ഷൻ ക്ലിയർ ആയി. ദെൻ നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടി നോക്കാം. നെക്സ്റ്റ് പ്രോപ്പർട്ടി നം ഡോട്ട് ടു സ്ട്രിങ്. നമ്മൾ ഇപ്പം നേരത്തെ ടു ഇൻറ്റ് ആയി. അപ്പം ടു എന്താ പറയുക സീൻ്റെ റൺ ടൈം ടൈപ്പ് ഇതാ ഇവിടെ ഇൻറ്റിജർ ആണ്. അപ്പം ഇനി ടു സ്ട്രിങ് നമ്മൾ എന്താ പറയുക നമ്മ മുകളിൽ നമ്മൾ ഇൻറ്റ് ആണ് എന്നുള്ളത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ആണെന്നുള്ളത് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ സിയിലോട്ട് നമ്മൾ അസൈൻ ചെയ്യാണ്. അസൈൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഡോട്ട് ടു സ്ട്രിങ് എന്നുള്ള പ്രോപ്പർട്ടി കൊടുത്തു, ടു സ്ട്രിങ് ഫംഗ്ഷൻ കൊടുത്തു. നേരത്തെ നമ്മൾ ടു ഇൻറ്റ് എന്നുള്ള ഫംഗ്ഷൻ കൊടുത്തു, ഇപ്പോൾ നമ്മൾ ടു സ്ട്രിങ് എന്നുള്ള ഫംഗ്ഷൻ കൊടുത്തു. ഈ സമയത്ത് അതായത് ടു സ്ട്രിങ് ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ സീൻ്റെ ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ആയിട്ട് ചേഞ്ച് ചെയ്യണം എന്നാണ് ആ ഫംഗ്ഷൻ പറയുന്നത്. അങ്ങനെ ചേഞ്ച് ചെയ്യണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഓൾറെഡി സി ഡോട്ട് റൺ ടൈം ടൈപ്പ് എന്നുള്ളത് പ്രിന്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് തന്നെ നമുക്ക് റൺ ചെയ്യാം. നേരത്തെ നമ്മൾ സി ഡോട്ട് റൺ ടൈം ടൈപ്പ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇൻറ്റ് റിട്ടേൺ ചെയ്തു. അതായത് നേരത്തെ നമ്മൾ ടു ഇൻറ്റ് ഫംഗ്ഷനാണ് കൊടുത്തത്. അപ്പോൾ നമ്മൾ ടു സ്ട്രിങ് ഫംഗ്ഷൻ കൊടുത്തു. ദെൻ നമ്മൾ അതിൻ്റെ റൺ ടൈം ടൈപ്പ് നോക്കുകയാണ് സീൻ്റെ. ടു സ്ട്രിങ് ഫംഗ്ഷൻ കൊടുത്തോണ്ട് നമുക്ക് സ്ട്രിങ് ആണ് റൺ ടൈം ടൈപ്പായി ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യണ്ടേ. അപ്പോൾ റിട്ടേൺ ചെയ്തതും സ്ട്രിങ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് ഏത് ഡാറ്റ ടൈപ്പിലോട്ടാണോ നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് ഏത് ഡാറ്റ ടൈപ്പിലാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടു സ്ട്രിങ് ഇങ്ങനത്തെ ഫങ്ഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണേ. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി ടു സ്ട്രിങ് ആസ് എക്സ്പോണൻഷ്യൽ. എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ ഒക്കെ ഇട്ടുങ്ങാണ്ട് നമ്മൾ മാത്സിൽ ഡിനോട്ട് ചെയ്യൂലേ. ഓക്കെ, ഈ അതുപോലൊക്കെ നമ്മൾ ഡിനോട്ട് ചെയ്യൂലേ, അതിനെയാണ് നമ്മൾ ടു സ്ട്രിങ് ആസ് എക്സ്പോണൻഷ്യൽ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഇവിടെ നമുക്ക് പ്രിന്റ് ചെയ്യാം. ഇപ്പോൾ 50 എന്നുള്ളത് നമ്മൾ ഒരു ഇൻറ്റിജർ ആയിട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. 50 എന്നുള്ളത് അതൊരു എക്സ്പോണൻഷ്യൽ ഫോമിൽ നമുക്ക് എഴുതണം. എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് ടു സ്ട്രിങ് ആസ് എക്സ്പോണൻഷ്യൽ എന്നുള്ള ഫംഗ്ഷൻ. നമുക്ക് 15 എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 5e+1. ഇവിടെ +1 എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണേ? ഒരു സീറോയും കൂടെ അതിൽ ആഡ് ചെയ്യണം എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. നമുക്കിനി 0.01 എന്നുള്ളത് എക്സ്പോണൻഷ്യൽ ഫോമിൽ നോക്കാം. ഡബിൾ പ്രോപ്പർട്ടി നമുക്കത് ഡബിളിൻ്റെ കേസിൽ ആവുമ്പോൾ പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 100 ആവാം. അപ്പോൾ +1 എന്നുള്ളിടത്ത് +2 വരും.
1e പ്ലസ് 2. യെസ്, ഇങ്ങനെയാണ് എക്സ്പോണൻഷ്യൽ ഫോമിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിന് ടു സ്ട്രിങ് ആസ് എക്സ്പോണൻഷ്യൽ എന്നുള്ള പ്രോപ്പർട്ടി.